മൂകാംബികയിലേക്കൊരു ഫാമിലി ട്രിപ്പ് പോയാലോ? ഇതാ പിള്ളേരെല്ലാം റെഡിയാണ്. നമ്മളിനി ബാഗും പാക്ക് ചെയ്ത് വണ്ടിക്കകത്ത് കയറിയാൽ മതി. വണ്ടിയും വന്നു. കസിൻസ് എല്ലാവരും കൂടിയിട്ടാണ് ട്രിപ്പ് പോകണേ. ചേട്ടന്മാരും ചേട്ടൻ്റെ ഫാമിലിയും അങ്ങനെ കുറച്ച് മെമ്പേഴ്സായിട്ട് ഒരു 12 പേരുടെ ഒരു ട്രാവലറാണ് ബുക്ക് ചെയ്തത്. ഉച്ചയ്ക്ക് ഒരു 2:30ക്കാണ് ഞങ്ങൾ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം പോകുന്നത് കാടാമ്പുഴ അമ്പലത്തിലേക്കാണ്. അവിടെ ഒരു 4:30 ആയപ്പോഴേക്ക് എത്തി. അകത്തേക്ക് കിടക്കുന്നതിന് മുന്നേ റെസീറ്റ് എടുക്കാനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി ചെന്നിട്ട് ഒരു പോസിറ്റീവ് വൈബുള്ള നല്ലൊരു അമ്പലം. കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. താഴെ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഉണ്ണിയോളൊക്കെ ഉള്ള കാരണം കൈ ഇങ്ങനെ വിടാതെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചെറിയ മഴയാണെങ്കിലും നല്ല രീതിയിൽ തൊഴാൻ പറ്റി, തൊഴുതിറങ്ങാനും പറ്റി. വികൃതി പിള്ളേരാണെങ്കിൽ കൈ വിടാതെ പിടിച്ചുകൊണ്ടിരിക്കണം. അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് മുകളിലെത്തിയിട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ശേഷം ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി. ഭക്ഷണം അത്യാവശ്യം ഞങ്ങൾ കയ്യിൽ തന്നെ കരുതിയിട്ടുണ്ടായിരുന്നു. പുലർച്ചെ ആയപ്പോഴാണ് റൂമിലെത്തിയത്. ഇതാണ് റൂം. നല്ലൊരു റൂം, നല്ല ഫെസിലിറ്റീസ് ഉള്ളൊരു റൂമായിരുന്നു. AC ഒക്കെ ഉള്ള നല്ലൊരു റൂമായിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ AC യൂസ് ചെയ്താൽ മതി. അന്ന് റൂമിൽ തങ്ങിയിട്ട് രാവിലെയാണ് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോയത്. തൊട്ടടുത്ത് തന്നെയായിരുന്നു ഹോട്ടലും. ഇതാണ് മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഇവിടെ നിന്ന് നമ്മൾ ചെരുപ്പ് അവിടെ ഒരു കൗണ്ടറുണ്ട്. അവിടെ കൊടുത്തിട്ട് വേണം കയറാനായിട്ട്. നമ്മൾ പുറത്തെങ്ങാനും ഇടുകയാണെങ്കിൽ അവരത് പറക്കിയെടുത്തുകൊണ്ട് പോകുന്നത് കണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് അധികം നേരമൊന്നും നിൽക്കേണ്ട വന്നില്ല. ഉള്ളിലെ ദർശനം കഴിഞ്ഞതിന് ശേഷം ശിവൻ്റെ അവിടെ തൊഴാൻ വന്നപ്പോഴാണ് അവിടെ ഗണപതിക്ക് ഭയങ്കര പ്രത്യേകതയുണ്ട്. ശിവനും അതെ. അപ്പം നന്ദിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇത് ഭഗവതിയുടെ എഴുന്നള്ളിപ്പാണ് ഈ കാണുന്നത്. ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് നടത്തുന്നത് തന്ത്രിമാർ ഇതുപോലെ പല്ലക്കിലേറ്റിയിട്ടാണ് എഴുന്നള്ളിപ്പ് നടത്തുന്നത്. അതിനോട് ചുറ്റും ഭക്തരും നടക്കുന്നുണ്ട്. വലിയൊരു മണിമുഴക്കത്തോട് കൂടിയിട്ടാണ് ഈ പ്രദക്ഷിണം നടക്കുന്നത്. എല്ലാവരും വന്നിങ്ങനെ തൊഴുതു പോകുന്നുണ്ട്. സിനിമയിലും വീഡിയോയിലും മാത്രം കാണുന്ന ഈ വിഷ്വൽസൊക്കെ നമുക്ക് നേരിൽ കാണാമെന്ന് പറ്റുകയെന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമാണ്. ശേഷം മക്കളെ എഴുത്തിനിരുത്തിയതാണ്. ചേട്ടൻ്റെ മക്കളും ഉണ്ട്, പിന്നെ എൻ്റെ മോനും ഉണ്ട്. 2.5 വയസ്സിന് മുകളിലുള്ള ഉണ്ണികളെയാണ് എഴുത്തിനിരുത്തുക. 200 രൂപയാണ് എഴുത്തിനിരുത്താനുള്ള ചാർജ്. ഒരു പ്ലേറ്റിലായിട്ട് അരിയും പിന്നെ പച്ചമഞ്ഞളുമാണ് തരിക. പച്ചമഞ്ഞളാണ് നമ്മൾ പെൻസിൽ രൂപേണ കരുതിയ ശേഷം നമ്മൾ എഴുതണം എന്നാണ് പറയുന്നത്. ഹരിശ്രീ ഗണപതായ നമഃ എന്ന് ആദ്യം എഴുതിയതിന് ശേഷം നമ്മുടെ മാതൃഭാഷയിൽ അ ആ ഇ ഈ പിന്നെ ABCD 1 2 3 അങ്ങനെയാണ് എഴുതിപ്പിക്കുന്നത്. മലയാളത്തിൽ അവർ പറയുന്നുണ്ട്. ശേഷം ഹോട്ടലിലേക്ക് പോകുമ്പോൾ ഉള്ള വിഷ്വൽസാണ് ഈ കാണുന്നത്. അടുത്ത വീഡിയോയിൽ മൂകാംബികയുടെ അടുത്ത വിശേഷമായിട്ട് വരാം. ബൈ.